ലഹരിയാണ് ലഹരിയാണ് പലതും ലഹരിയാ, ലഹരിയാണ് ലഹരിയാണ് പലതും ലഹരിയാ. മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു മകൻ സ്വന്തം മാതാവിനെ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി. 2-3 ആഴ്ച മുമ്പാണ് നമ്മളൊരു വാർത്ത കേട്ടത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരമ്മയെ സ്വന്തം മകൻ, വളരെ ചെറിയ പ്രായമുള്ള മകൻ, കഴുത്തിൽ ബ്ലേഡ് വെച്ച് പരിക്കേൽപ്പിച്ചു. ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നൊരു കാലം. വളരെ നല്ലൊരു കാലം എന്നൊന്നും അതിനെപ്പറ്റി പറയേണ്ടതില്ല. ആപേക്ഷികമായി ഇന്നത്തെ സാഹചര്യത്തെക്കാൾ മെച്ചപ്പെട്ട സാഹചര്യം തന്നെയായിരുന്നു അന്ന്. പുസ്തകസഞ്ചി എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ ഇല്ല. പുസ്തകങ്ങളൊക്കെ അട്ടിക്ക് വെച്ച് അതിൻ്റെ നെടുകെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതും കൊണ്ട് സ്കൂളിൽ പോയിരുന്നൊരു കാലം. പരീക്ഷാ ഫീസോ സ്റ്റാമ്പിൻ്റെ പൈസയോ പോലും കൊടുക്കാൻ കാശില്ലാത്ത കാലം. എത്രയോ വിദ്യാർത്ഥികളെ പരീക്ഷാ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, സ്റ്റാമ്പിൻ്റെ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ പുറത്ത് നിർത്തി അധ്യാപകർ ദ്രോഹിച്ചിട്ടുണ്ട്. വീട്ടിലെ സാഹചര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത അധ്യാപകർ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. രക്ഷിതാക്കളാണെങ്കിലോ അധ്യാപകർ പറയുന്നത് വേദവാക്യമായി സ്വീകരിച്ചിരുന്നൊരു കാലം. ചിലയിടങ്ങളിലൊക്കെ വളരെ ക്രൂരന്മാരായ അധ്യാപകർ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അന്നൊന്നും പക്ഷേ അധ്യാപകർക്കെതിരെ ഒരു കേസും ആരും ചാർജ് ചെയ്തിട്ടില്ല, ഒരു പരാതിയും ആരും പറഞ്ഞിട്ടില്ല. വളരെ അപൂർവമായി മാത്രം ചില രക്ഷിതാക്കൾ, 1-2 രക്ഷിതാക്കൾ അധ്യാപകരെ ചോദ്യം ചെയ്താലായി. അതോടൊപ്പം വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന നല്ല അധ്യാപകരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളോട് വളരെ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയിരുന്ന അധ്യാപകരുണ്ടായിരുന്നു. സാമ്പത്തികമായി ഉന്നത നിലവാരം പുലർത്തുന്ന രക്ഷിതാക്കളുടെ മക്കളെ മാത്രം പ്രത്യേകം പരിഗണിച്ചിരുന്നൊരു കാലം. അങ്ങനെയൊക്കെയാണെങ്കിലും അന്ന് ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നില്ല ഒറ്റ വിദ്യാർത്ഥികളും. പുളിയച്ചാറും മസാല ഓറഞ്ചുമൊക്കെയാണ് അന്നത്തെ ലഹരി. അത് തന്നെ വാങ്ങാൻ കയ്യിൽ കാശുണ്ടാവില്ല. ആരെങ്കിലും വാങ്ങിയാൽ അതിൽ നിന്ന് പങ്ക് പറ്റിയാണ് പലരും വിദ്യാർത്ഥി ജീവിതം നയിച്ചിട്ടുള്ളത്. മേം വരുമ്പോൾ ഹും എന്ന് പറയണം, തൂ വരുമ്പോൾ ഹോ എന്ന് പറയണം, ആപ്പ് വരുമ്പോൾ ഹൈ എന്ന് പറയണമെന്ന് പഠിപ്പിച്ച ഒരു ഹിന്ദി അധ്യാപകനുണ്ടായിരുന്നു. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരൊന്നും അദ്ദേഹത്തെ മറന്നു കാണാനിടയില്ല. ആശാൻ സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു. ഇന്ന് വിദ്യാർത്ഥികളാണെങ്കിൽ അന്ന് അധ്യാപകരായിരുന്നു ലഹരിയുടെ അടിമകൾ. ഒടുവിൽ ആ മഹാൻ മദ്യപിച്ച് തന്നെയാണ് മരണം പോകിയതും. ആളുടെ പേരും നാടുമൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെയായാലും പാഠ്യവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. സൗമ്യശീലനായ ഉറുദു മാഷും ഭീകരസ്വരൂപിയായ ഹിന്ദി മാഷും ചേർന്ന് ആ ഭാഷ ഒരുവിധമൊക്കെ വശത്താക്കി തന്നു. പറഞ്ഞു വന്നത് അതിനെക്കുറിച്ചല്ല. നമ്മളൊന്നും ചെറുപ്പത്തിൽ നമ്മൾ ബാഗ് കൊണ്ടുപോകാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് പക്ഷേ വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്ന ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് രക്ഷിതാക്കൾക്കും അറിയില്ല, അധ്യാപകർക്കും അറിയില്ല. KGയിലും 1-ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കൾ നല്ലതുപോലെ ശ്രദ്ധിക്കും. അവരുടെ ബാഗുകളും വസ്ത്രങ്ങളും ഒക്കെ പരിശോധിക്കും. അവരുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ രക്ഷിതാക്കൾക്കറിയാം. അതവർ പഠിപ്പിക്കുകയും ചെയ്യും. എഴുതാനും വായിക്കാനും മറ്റു ഹോംവർക്കുകൾക്കുമൊക്കെ രക്ഷിതാക്കളുടെ സഹായം ലഭിക്കുകയും ചെയ്യും. എന്നാൽ 5, 6, 7 ക്ലാസ്സുകളിലെത്തുന്ന കുട്ടികളുടെ വിഷയം അത്യാവശ്യം കാഠിന്യമുള്ളതാവുകയും രക്ഷിതാക്കൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഹൈസ്കൂൾ തലങ്ങളിലെത്തുന്നതോടുകൂടി കുട്ടികളുടെ ബാഗ് പരിശോധിക്കില്ല, കുട്ടികളുടെ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കില്ല. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുകയാണോ എന്ന് പോലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല. മറ്റു ജോലികളെല്ലാം തീർത്ത് മക്കളുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് നേരവും കാണില്ല. വിദ്യാർത്ഥികളുടെ പഠന വിഷയങ്ങളിൽ ഇടപെടാൻ പോലും അധ്യാപകർക്ക് ഭയവുമാണ്. അധ്യാപകർ വിദ്യാർത്ഥികളെ ഭയപ്പെടുന്നിടത്ത് തന്നെ കാര്യങ്ങൾ വഷളായി തുടങ്ങും. ഈ അവസരങ്ങളാണ് പല വിദ്യാർത്ഥികളും മുതലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാർത്ഥികളുടെ പഠന വിഷയങ്ങളിൽ ഇടപെടാൻ പോലും അധ്യാപകർക്ക് ഭയവുമാണ്. അതോടെ അവരുടെ ജീവിത നിയന്ത്രണം തന്നെ ബാഹ്യശക്തികൾ ഏറ്റെടുക്കുകയും ചെയ്യും.
സമൂഹത്തിലെ മുതിർന്നവർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടാൽ സദാചാര പോലീസ് എന്ന മുദ്രയടിച്ച് ആക്ഷേപം വരികയും ചെയ്യും. വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിടാൻ ആരെങ്കിലും ശ്രമിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഒരാപത്തിലും പെടരുതേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുള്ളൂ. അതും കൂടി നിലച്ചു പോകുന്നതോടെ എല്ലാം പൂർണ്ണമാകും. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്കും നമുക്കും വേണ്ടി. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപ്പുറം.